ബാവ വന്നിട്ടുണ്ട്. കാദർ, ബാവ ഈ കോലത്തിലാക്കിയല്ലോടാ തെണ്ടികള്. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എന്റെ കൊച്ചിനെ കൈവച്ച ഒരുത്തനെ വിടില്ല. ചാക്കരിക്ക് കാക്കിയിട്ട പോലീസുകാർ മാത്രമല്ല, സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കടട്ടവന്മാർ വരെ അനുഭവിക്കും. ബാവയാ പറയുന്നത്. എന്താ ബാവ ഇത്? എനിക്കറിയാം. സബ് ജയിലിൽ വെച്ച് നിന്റെ കണ്ണും മോന്തെ അടിച്ചു കലക്കിയത് സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരൻ പിള്ള. കയ്യിൽ പേന പിടിക്കാൻ വയ്യാതാക്കിയത് സബ് ഇൻസ്പെക്ടർ തോമസ് ചാക്കോ. കാണണേ, ഒറ്റ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഇത് കണ്ടോ? ഇവന്മാരോട് കയ്യും കാലും വെട്ടാനേ ഞാൻ പറഞ്ഞുള്ളൂ. ബുദ്ധിബോധമൊന്നുമില്ലല്ലോ രണ്ടരും. ഇവന്മാര് കാച്ചി. എന്നെ ജാമ്യത്തിലിറക്കാനാ ബാബു ബോംബെന്ന് ഓടിപ്പടിച്ചു വന്നത്. അത് ബുദ്ധിമുട്ടായിരിക്കും ബാവ. അഡ്വക്കേറ്റ് രവിവർമ്മ വിചാരിച്ചാലോ? നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. നീ കൊന്ന ശശിവർമ്മയുടെ ചേട്ടൻ. What bloody nonsense are you talking, Baba? ഹരിക്ക് നാളെ ജാമ്യം കിട്ടിയിരിക്കണം. അവന് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. യു മസ്റ്റ്, യു വിൽ. ദിസ് ഈസ് നോട്ട് എ റിക്വസ്റ്റ്, ഇറ്റ്സ് ആൻ ഓർഡർ. ബാവയുടെ ഓർഡർ. എന്റെ അനുജനെ കൊന്നവനെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ തന്നെ വാദിക്കണം അല്ലേ? അതും ഓർഡർ. എന്നോട് ആജ്ഞാപിക്കാൻ താൻ ആരോ? മണ്ട ശിരോമണികള്. വക്കീൽ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോ കൊലപാതകം നടന്നേനെ. തമ്പുരാൻ മാന്യനായോണ്ട് എന്റെ ഷട്ടാലത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞത് തെണ്ടിത്തരമല്ലേടാ, ശുദ്ധ ചറ്റത്തരം. അനിയനെ കൊന്നവനെ ചേട്ടൻ തന്നെ ജാമ്യത്തിറക്കണമെന്ന് പറഞ്ഞ ചോരയൊന്നല്ലടാ. പോ രണ്ടര പോ, ഞങ്ങൾ തനിച്ചൊന്ന് സംസാരിക്കട്ടെ. പോടാ പോ. നിങ്ങൾക്ക് വേണ്ടതെന്താ? ഹരിപ്രസാദ് ശിക്ഷിക്കപ്പെടണം. അതും ഇന്ത്യൻ നീതിപീഠം കൽപ്പിക്കുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷ. അത് ഹരിപ്രസാദിന് കിട്ടിയിരിക്കും. ബാബയുടെ വാക്ക. ഹരി കൊല്ലപ്പെടുന്നത് സർക്കാരിന്റെ ഒരു മുഴം കയറി തന്നെ വേണമെന്ന് തമ്പുരാനെന്താ നിർബന്ധം? ഒന്ന് പുറത്തിറക്കിത്ത അവനെ ഞാൻ കൊന്നുതരാം. കൊലമരത്തിലെ അര സെക്കൻഡ് മരണമല്ല, ഇഞ്ചിഞ്ചായി, ഓർഗൻ ബൈ ഓർഗൻ. ഇഫ് യു വിഷ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ബാവയുടെ വാക്ക. ബോംബെ ഗലികളിൽ എവിടെങ്കിലും അഴുകി അലിഞ്ഞ ഹരിപ്രസാദിന്റെ ജഡം. അതുകൊണ്ട് തൃപ്തിയാവില്ല വക്കീലേ. വാട്ട് യു മീൻ ആൻഡ് വാട്ട് യു വാണ്ട്? എനിക്ക് പലതും ആവശ്യമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ശശിവർമ്മ മാത്രമല്ല ഉള്ളത്, മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ മകൾ ലക്ഷ്മിയും ഉണ്ട്. ഏക മകളുടെ മരണം തമ്പുരാനെ ശരിക്കും തകർത്തു. അതുപോരാ, ഹരിപ്രസാദിനെ തൂക്കിലിട്ടാൽ തമ്പുരാൻ ആശ്വസിക്കും. അറ്റ്ലീസ്റ്റ് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ, അത് പാടില്ല. പ്രതിയെ നിരുപാധികം വെറുതെ വിടണം കോടതി. മഹേന്ദ്രവർമ്മ വീണ്ടും തളരും. അയാളോടുള്ള എന്റെ പ്രതികാരം അവിടെ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നേ ഉള്ളൂ. മഹേന്ദ്രവർമ്മ തമ്പുരാനെ ബാവയ്ക്ക് എങ്ങനെ അറിയാം?
അവനിന്ന് പണിക്ക് നിന്നിട്ടില്ല തമ്പ്രാനെ. വിളിക്കടാ കൊശവനെ. ചിണ്ടാ ചിണ്ടാ. എടാ ശുംഭ, ഒന്ന് ഉറക്കം വിളിക്കടാ. എടാ ചിണ്ടാ. അയ്യോ അങ്ങനെ തമ്പ്ര എന്താണ് അതിന്റെ കയ്യില്? ടെസ്റ്റ് ബുക്കാണേ. ഓ, രാവിലെ ആളയച്ചില്ലേ? എന്താ തേങ്ങ ചുമക്കാൻ വരാഞ്ഞേ? നാളെ പരീക്ഷ തമ്പ്ര. ഓഹോ, കോരന്റെ മോൻ പഠിച്ച് തുക്കടി സായിപ്പാകാൻ പോകുന്നു. എടാ എരപ്പേ, എടുത്തോണ്ട് വേണ നല്ല കൊട്ട. നിന്റെ അമ്മയുടെ ഒരു പരീക്ഷ. ആ ചിണ്ണനാണ് ഞാൻ. ബാവയായതൊക്കെ പിന്നെ. കോലത്തെ കുടിയടപ്പുകാരനായിരുന്ന തെങ്ങുകയറ്റക്കാരൻ കോരന്റെ മകൻ. മാടന്തറയിൽ ഓട്ടുരുളിയില് ഒഴിന്ന് നല്ലെണ്ണയും കമിഴ്ത്തിയുണ്ടായ നേർച്ചപുത്രൻ ഞാൻ. എന്നെ പഠിപ്പിച്ച് വലിയവനാക്കുക, അതായിരുന്നു അപ്പന്റെ ആഗ്രഹം. 7-ാം വയസ്സിൽ നടപ്പ് ദിനം വന്ന് അമ്മ കിടപ്പിലായി. തെങ്ങിൽ പായൽ പിടിക്കുന്ന കർക്കിടക മാസം. കറുത്ത വാവ്. കോലോത്ത് ഏതോ തമ്പുരാട്ടിക്ക് കണ്ണിത്തീനം വന്നു. ഇളനീർ കുഴമ്പ് വിധിച്ചു വൈദ്യര്. കരിക്കിടാൻ തെങ്ങ കയറി അപ്പന് ഇറങ്ങാൻ കഴിഞ്ഞില്ല, വീണുപോയി. ശവം വീട്ടുവളപ്പി കുഴിച്ചിടാൻ സമ്മതിച്ചില്ല കോലോത്താര്. ദുർമരണം മരിച്ച കുടിയാന്റെ പ്രേതം കോലോത്താകെ ചുറ്റിത്തിരിയുമെന്ന് കൊട്ടാരൻ ജ്യോത്സ്യം. ആരൊക്കെ ചേർന്ന് അപ്പന്റെ ശവം പുറമ്പോക്കിൽ എവിടെയോ കുഴിച്ചിട്ടു. എന്റെ പഠിപ്പ് മുടങ്ങി. അമ്മയുടെ കഷായം. വീണ്ടും ഒരു കറുത്ത വാവ്. ശ്വാസം കിട്ടാതെ കിടന്ന് പെടഞ്ഞ അമ്മയെ അപ്പോത്തിക്കിരിയെ കാണിക്കാൻ 12 അണ വേണം. അപ്പൻ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ചില്ലെങ്കിലും കുലത്തൊഴിലിന്റെ വാസന എന്റെ രക്തത്തിലുണ്ടല്ലോ. ഞാൻ കോലോത്ത് പറമ്പിലേക്ക് ഇറങ്ങി. വളരെ സക്സസ്ഫുൾ ആയിരുന്ന എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. 24 തേങ്ങ ഞാൻ വെട്ടിയിട്ടു, ആരും കാണാതെ. സെക്കൻഡ് സ്റ്റേജ് പാളി. തമ്പ്രാൻ, ഇങ്ങോട്ട് നീങ്ങിക്ക. തമ്പ്രാൻ, അല്ല ഇതാര്? തുക്കിടി സായിപ്പോ? തമ്പ്ര പരമേശ്വര, അവന്റെ തോളിന്റെ തേങ്ങയുടെ ഭാരം ഒന്ന് ഇറക്കുക. എന്നിട്ട് ഈ ഉപ്പറപ്പണിയിലോട്ടൊന്ന് കയറ്റിക്കോളൂ. ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. രാവിലെ എംബ്രാന്തിനെ വിളിച്ച് പുണ്യാഹം കഴിപ്പിച്ചാൽ മതിയല്ലോ. തമ്പ്ര. പരമേശ്വര, എന്തോ അങ്ങോട്ട് കേറാ. തമ്പ്ര, തൊട്ടു നോക്കടോ. ശവത്തിന്റെ തണുപ്പ് അല്ലേ? അന്ന് ശവമായതായി കൈ. പിന്നെ ഈ നാട്ടിൽ നിന്നില്ല. ഓടി. 2 കാലം തളർന്നവരെ ഓടി.
ഇനി അങ്ങോട്ടുള്ള കഥയ്ക്കൊന്നും വലിയ പുതുമയില്ല. എല്ലാ അണ്ടർവേൾഡ് ഡോൺസിന്റെയും കഥ ഒന്ന് തന്നെ. ജാതക ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ പാവയായി. ക്ഷത്രിയനായ രവിവർമ്മ തമ്പുരാന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിവുള്ള ഹരിജനായ ബാവ. അധകൃതൻ. ഞാൻ തൊട്ടാ കുളിക്കണമല്ലേ? നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഫാക്ടറി ഉണ്ടല്ലോ, ഇവിടെയായിരുന്നു ചിണ്ടന്റെ ചെറുപ്പത്തിലെ കുടില്. ഇതും ഇതിനോട് ചേർന്ന 7 ഏക്കർ സ്ഥലവും തമ്പുരാന്റെ കയ്യിൽ നിന്ന് ബിനാമിയുടെ പേരിൽ ഞാൻ വിലയ്ക്ക് വാങ്ങി. അന്ന് ഞാനൊന്ന് കൈഞ്ഞൊടിച്ചിരുന്നെങ്കിൽ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ കുലം നശിച്ച് നാരണക്കല്ലായനെ. ഞാൻ കാത്തിരുന്നു മൂർഖം പാമ്പിന്റെ ബുദ്ധിയോടെ. വയസ്സുകാലത്ത് തമ്പുരാൻ ഒരു മകള് ജനിച്ചു, ലക്ഷ്മി. ഞാൻ കാത്തിരുന്നു. അവൾ വളർന്നു വലുതായി. അവക്കൊരു കാമുകനുണ്ടായി, ഹരിപ്രസാദ്. അവനെ വിലക്കെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ കേരളത്തിലേക്ക് അയച്ചു. അവരുടെ ബന്ധം മുറുകുമ്പോ അവനെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്നെ പറ്റിച്ചവർ വിവാഹിതരായി. എന്റെ ഭാഗ്യം, അവൻ തന്നെ അവളെ കൊന്നു. നെഞ്ച് തകർന്നില്ലടോ തമ്പുരാന്റെ. ഇനി ഹരി നിരപരാധിയായി പുറത്തിറങ്ങണം. വീണ്ടും തകരും തമ്പുരാൻ. ഞാൻ ഹരിയെ കൊല്ലും. ആ ശവത്തിന് കൂടി തമ്പുരാനെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. ആ കൊലപാതകത്തിന്റെ സംശയദൃഷ്ടി തമ്പുരാന്റെ മേ പതിക്കാൻ ഞാനെന്താനും വിചാരിച്ച പറ്റില്ലടോ. പറ്റും. ബാവ, ഇത്രയും ദാരുണമായൊരു പൂർവ്വകഥ ബാവയ്ക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഐ വിൽ ബി വിത്ത് യു. പോയിട്ട് വരട്ടെ. പൊയ്ക്കോ, പോയി രക്ഷപ്പെട. പക്ഷേ മടങ്ങരുത്. ഇവിടേക്കെന്നല്ല, ഒരു ജയിലിലേക്കും. അങ്കിളുടെ നാവ് ഫലിക്കട്ടെ. എന്റെ മറന്നിട്ടില്ല. മാഗി ആന്റിയെ കാണും, സുഖമാണെന്ന് പറയും. എന്റെ മോള് ജൂലി എന്റെ ശത്രുവല്ല, സഹായിക്കുകയുള്ളൂ ഞാൻ. അവൾ എതിർത്താലും അവൾ അറിയാതെ.
വാക്ക് പറഞ്ഞ വാക്കാ. ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാൻ എന്നെ വിശ്വസിച്ചു കഴിഞ്ഞു ബാവ. കേട്ടോടാ, എത്ര കൊല്ലം സേവനം ചെയ്തു എന്നതിലല്ല കാര്യം, വിശ്വാസം. അതാ